നെല്ലിക്കുഴി ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കാർഷിക പദ്ധതികളുടെ ആസൂത്രണവും കാർഷിക വിളകളുടെ ഉൽപ്പാദനവും നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആധിപത്യമായി മാറാൻ പാടില്ലെന്നും ജനാഭിപ്രായം പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നെല്ലുത്പാദനത്തിന്റെ കാര്യത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തമാക്കാൻ സംസ്ഥാനത്തിന് ശേഷിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണിന്റെ ഘടന അനുസരിച്ചുള്ള കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൃഷിയിടം തിരിച്ചുപിടിക്കാൻ ജനകീയ ഇടപെടലുകൾ അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാടശേഖരങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് നീർച്ചാലുകളുടെ സംരക്ഷണത്തിനടക്കം പ്രാധാന്യം നൽകുന്ന സമീപനം സ്വീകരിക്കണം. അതിനായി ഫണ്ടുകൾ കണ്ടെത്തി പാടശേഖരങ്ങളെ നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസനം നടപ്പാക്കുമ്പോൾ മുഖ്യപരിഗണന ആരോഗ്യരംഗത്തിനായിരിക്കണമെന്നും മികച്ച ഭക്ഷണരീതിയിലൂടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അതിനായി കാർഷിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2 കോടി 11 ലക്ഷം രൂപ നമ്മളിപ്പം അനുവദിച്ചിട്ടുണ്ട്. 2 കോടി ചോദിച്ച മനസ്സിലായില്ലേ? ഒന്നാണ് 2 കോടി 11 ലക്ഷം രൂപ ഈ പുഞ്ചയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടുത്തെ നീർച്ചാലുകളുടെ സംരക്ഷണം ഉറപ്പാക്കും. ഞാൻ പറഞ്ഞല്ലോ, തോടുകൾ വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിന്റെ സംരക്ഷണം ഉറപ്പാക്കണം. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.എം. ബഷീർ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.എം. മജീദ്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ.കെ. ശിവൻ, പി.കെ. രാജേഷ്, പി.കെ. സത്യൻ, എം.എസ്. അലിയാർ, സുലേഖ ഉമ്മർ, വൃന്ദ മനോജ്, ആനന്ദ് ബോസ് ഡി, നെല്ലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന കർഷകൻ വി.എ. തങ്കപ്പൻ, വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി അസ്ഫർ ദിയാൻ അമീൻ എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയ് 25,000 രൂപയുടെ ചെക്ക് മന്ത്രി പി പ്രസാദിന് കൈമാറി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.